നീ ഏതാടാ? ഞാൻ അത് ചോദിച്ചത് കേട്ടില്ലേ? സർ, ഇത് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? അതല്ല ദേവിക, വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിക്രമിച്ച് കയറിയതൊന്നുമല്ല. ഇത് എന്റെ ഫ്രണ്ടാ, ഋഷി. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛാ, നന്ദനോടെ? അവൻ വരും, ഇപ്പൊ വരും. കേട്ടിരിക്കുക. ചേച്ചി, അങ്ങനെ പറയാതെ. ഇവൻ എന്നെ കാണാൻ വന്നതാ. കാണാൻ വന്നത്? മിണ്ടിപ്പോവരുത്. ഇത് നിന്റെ കള്ളകാമുകം തന്നെയാ. സർ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? സർ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോളൂ. അമ്മേ, ഇവളെ ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒന്നും വേണ്ട സർ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. നിങ്ങൾ പൊയ്ക്കോളൂ. ശരി സർ. മാഡം, സത്യത്തിൽ ആരാ ഇയാൾ? നിങ്ങളൊന്ന് പുറത്തു പോവോ പ്ലീസ്? പോകാൻ. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ വീട്ടിലാണ് സംഭവം അരങ്ങേറിയത്. BDF സ്ഥാനാർത്ഥി ദേവികയെ കാമുകനോടൊപ്പം സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും തടഞ്ഞുവെച്ചു. നന്ദു, നന്ദു എവിടെയാ? ഞാൻ അച്ഛനൊത്ത് 1-2 ആൾക്കാരെ കാണാൻ ഇറങ്ങിയതാ. അച്ഛൻ അങ്ങോട്ട് എത്തിയില്ലേ? എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാനുണ്ടായിരുന്നു. നന്ദു, ഒന്ന് വേഗം വാ. ഇവിടെ കുറെ പ്രശ്നങ്ങൾ നടക്കുക. എന്താ ദേവി? ഗിരീഷേട്ടന്റെ ചേച്ചിയുടെ ഒക്കെ കോള് വന്നായിരുന്നു. ഞാൻ തിരിച്ചെന്ന് പറഞ്ഞപ്പോ കട്ട് ചെയ്തു. ഋഷി നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നോ? എന്താ കാര്യം? അമ്മയെ അപായപ്പെടുത്താനാ വന്ന്. രജനി ചേച്ചി ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി ആൾക്കാരെയും പോലീസിനൊക്കെ വിളിച്ചു കൂട്ടി. ആകെ കുഴപ്പമായി. അവിടെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? ഉണ്ട്. ആളുകളൊക്കെ പോയി. ഋഷി വന്നത് എന്നെ കാണാനാന്ന ചേച്ചിയുടെ ആരോപണം. ഞങ്ങൾ തമ്മില്. ദേവി, നീ പേടിക്കണ്ട, ഞാൻ ദാ വരുന്നു. ഋഷിയെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്തിനാ വിഷമിക്കുന്നേ? എനിക്കറിയാലോ എല്ലാം. ഞാൻ നോക്കിക്കോളാം എല്ലാം. ശരി നന്ദു.